ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 26,125 പേർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. പ്രതിവർഷം 250 കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാരിന് ചെലവാക്കേണ്ടി വരിക. ആശാവർക്കർമാർക്ക് ഇതുവരെയുള്ള കുടിശ്ശികയും നൽകാനാണ് തീരുമാനം. കേരളത്തിലെ ആശാവർക്കർമാർക്ക് നിലവിൽ മാസം 7000 രൂപയാണ് ഓണറേറിയമായി ലഭിക്കുന്നത്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഓഹരിയായി 3000 രൂപ ഇൻസെൻറ്റീവും ലഭിക്കും. ഇതിനോടൊപ്പം ടെലിഫോൺ അലവൻസായി 200 രൂപയും സേവനങ്ങളെ ആശ്രയിച്ച് മറ്റ് ഇൻസെൻറ്റീവുകളും ലഭ്യമാക്കുന്നു. ഇതിനെല്ലാം കൂടി ആകെ 13,200 രൂപ വരെയാണ് ലഭിക്കുക. ഏറ്റവും ഒടുവിൽ 2023 ഡിസംബറിലാണ് ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചത്. അതും LDF സർക്കാരിൻ്റെ കാലത്ത്. ഇന്ത്യയിൽ ആദ്യമായി ആശാവർക്കർമാർക്ക് സംസ്ഥാന വിഹിതമായി അധിക വേതന വർധന നടപ്പിലാക്കിയത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ഒരു വിഭാഗം ആശാവർക്കർമാരെ വിലക്കെടുത്ത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ട UDFനെ ഒറ്റ തീരുമാനം കൊണ്ട് പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും. UDF പിന്തുണയോടെ SUCS എന്ന സംഘടനയുടെ ലേബലിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ആശാവർക്കർമാർ സമരം തുടങ്ങിയത്. തുടക്കത്തിൽ ഇവരുടെ വ്യാജ പ്രചാരണത്തിൽ വീണുപോയ ആശാപ്രവർത്തകർ പിന്നീട് ഇതിനു പിന്നിലെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യം മനസ്സിലാക്കിയതോടെ പിൻവലിഞ്ഞു. എന്തായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങി വെച്ചവരുടെ ആവശ്യങ്ങൾ? ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. അക്കാര്യത്തിൽ ഇതാ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് കുടിശ്ശിക തീർക്കുക. അക്കാര്യത്തിലും തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ഓണറേറിയം പ്രതിമാസം 21,000 ആക്കുക എന്നതാണ് മറ്റൊരാവശ്യം. ആവശ്യം ന്യായമാണ്, പക്ഷേ അതിന് സാങ്കേതികമായി നിരവധി തടസ്സങ്ങളുണ്ട്. അത് സർക്കാർ വ്യക്തമാക്കിയതുമാണ്. എന്തായാലും പ്രായോഗികമായി നടപ്പാക്കാനാകുന്ന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ വാക്കുപാലിച്ചു കഴിഞ്ഞു. ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് സമരം ചെയ്യുന്നവരും അവരുടെ സ്പോൺസർമാരുമായ UDF ആണ്.